ഇന്നത്തെ റിവ്യൂ എപ്പിസോഡ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, എങ്ങനെ തുടങ്ങണം എന്നുള്ള അവസ്ഥയിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. കാരണം അതുപോലെയാണ് ഇന്ന് എലിമിനേഷൻ ചേംബർ WWE ചെയ്തു വെച്ചത്. ഒരു വേറെ ലെവൽ മരണമാസ ഷോ ആയിട്ടാണ് മൊത്തത്തിൽ ഇന്ന് എലിമിനേഷൻ ചേംബർ മുന്നോട്ട് പോയത്. അതും ക്ലൈമാക്സിൽ സീന, റോക്ക്, കോഡി റോഡ്സ് ഇവരുടെ സെഗ്മെന്റ് എല്ലാം കണ്ടതിൻ്റെ ആ ഒരു ത്രില്ല്, ആ ഒരു രോമാഞ്ചമൊന്നും ഇപ്പോഴും പോയിട്ടില്ല. അതുപോലെയുള്ള ക്ലൈമാക്സും അതുപോലെയുള്ള ഒരു സ്പെഷ്യലായിരുന്നു ഇന്ന് എലിമിനേഷൻ ചേംബർ. ചെയ്തിട്ടുള്ള എല്ലാ മാച്ചുകളും ഒന്നിനൊന്ന് മികച്ചതായിരുന്നു. അതുപോലെ നമ്മൾ കാത്തിരുന്ന റാൻഡി ഓർട്ടൻ്റെ റിട്ടേണും ഈ എലിമിനേഷൻ ചേംബറിൽ ഉണ്ടായിരുന്നു. മൊത്തത്തിൽ എലിമിനേഷൻ ചേംബർ വേറെ ലെവൽ ഷോ ആയിട്ടാണ് തോന്നിയത്. എന്തായാലും റോക്ക് ഇടപെട്ടതൊന്നും വെറുതെ ആയില്ല. റസൽമേനിയയ്ക്ക് ഇപ്പോൾ നല്ല ഹൈപ്പ് ആയിട്ടുണ്ട്. മൊത്തത്തിൽ പറയാൻ വാക്കുകളില്ല. അപ്പോൾ ഇന്നത്തെ എലിമിനേഷൻ ചേംബറിൻ്റെ റിവ്യൂ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്ന മാച്ച് വുമൻസിൻ്റെ എലിമിനേഷൻ ചേംബർ മാച്ചാണ്. ഈ മാച്ച് നടന്നത് ബെയ്ലി, റോക്സാൻ പെരസ്, ലിവ് മോർഗൻ, അലക്സ ബ്ലസ്, നയോമി ആൻഡ് ബിയാങ്ക ബെല്ലർ ഇവർക്കാണ് ഈ മാച്ച് നടന്നത്. അപ്പോൾ ഈ മാച്ചിനെ പറ്റി നോക്കുമ്പോൾ നല്ല മാച്ചായിട്ടാണ് തോന്നിയത്. ഇവരെല്ലാവരും നന്നായി തന്നെ ഈ മാച്ചിൽ പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. എന്നാൽ മാച്ച് സ്റ്റാർട്ട് ചെയ്യേണ്ടത് നയോമി, ലിവ് മോർഗൻ ഇവരായിരുന്നു. എന്നാൽ മാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാൾ മുൻപായിട്ട് സർപ്രൈസായി ജേഡ് കാർഗിൽ അവിടെ റിട്ടേൺ ചെയ്ത് നയോമിനെ ഭയങ്കരമായി അറ്റാക്ക് ചെയ്തു. ജേഡ് കാർഗിൽ റിങ്ങിൽ കയറിയ സമയത്ത് ലിവ് മോർഗൻ ചെറുതായിട്ടൊന്ന് പേടിച്ചായിരുന്നു. പക്ഷേ ജേഡ് കാർഗിൽ നയോമിനെയാണ് അറ്റാക്ക് ചെയ്തത്. കാരണം ജേഡ് കാർഗിലിനെ അറ്റാക്ക് ചെയ്തിട്ടുള്ളത് നയോമിയാണ്. അപ്പോൾ ആ സീനൊക്കെ മൊത്തത്തിൽ അടിപൊളിയായിട്ടുണ്ട്. അതായത് ബിയാങ്ക ബെല്ലറിൻ്റെ കേജിനുള്ളിൽ വെച്ചിട്ടുള്ള പെർഫോമൻസും നന്നായിട്ടുണ്ട്. അതായത് സേവ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ കാണിച്ചതൊക്കെ. പിന്നീട് ജേഡ് കാർഗിൽ ഭയങ്കരമായി അറ്റാക്ക് ചെയ്ത് ആ ഒരു കേജിൻ്റെ ഡോറെല്ലാം വെച്ചുകൊണ്ട് നയോമീനെ അറ്റാക്ക് ചെയ്ത് ജേഡ് കാർഗിൽ അവിടെ നിന്നും പോയി. അപ്പോൾ ഈ സെഗ്മെന്റ് മൊത്തത്തിൽ അടിപൊളിയായിട്ടുണ്ടായിരുന്നു ജേഡ് കാർഗിൽ വന്ന് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ ജേഡ് കാർഗിൽ പോയതിന് ശേഷം പിന്നീട് റെഫറിമാരെല്ലാം വന്ന് ചെക്ക് ചെയ്ത് നയോമിക്ക് മാച്ച് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കില്ല എന്നും അതുകൊണ്ട് നയോമി ഈ മാച്ചിൽ നിന്നും എലിമിനേറ്റ് ആയി എന്നൊക്കെ പറഞ്ഞു. പിന്നീട് റോക്സാൻ പെരസ്, ബെയ്ലി, ലിവ് മോർഗൻ ഇവരെല്ലാം ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് പോയി. ഇതിൽ ബെയ്ലിനെ റോക്സാൻ പെരസ് എലിമിനേറ്റ് ചെയ്യും എന്നാണ് വിചാരിച്ചത്. കാരണം ഇവർക്കാണ് മാച്ച് വരുന്നത് പോലെ കാണിച്ചത്. എന്നാൽ ബെയ്ലിനെ റക്കിയിലാണ് എലിമിനേറ്റ് ചെയ്തത്. അതിനുശേഷം അലക്സ ബ്ലസ് എല്ലാം ഇറങ്ങി റോക്സാൻ പെരസിനെ എലിമിനേറ്റ് ചെയ്തു. അതുപോലെ ലിവ് മോർഗൻ അലക്സ ബ്ലസിനെയും എലിമിനേറ്റ് ചെയ്തു. പിന്നീട് ലിവ് മോർഗൻ, ബിയാങ്ക ബെല്ലർ ഇവരാണ് മാച്ചിൻ്റെ ഫൈനൽ കൊണ്ടുപോയത്. അപ്പോൾ ഇവരുടെ പെർഫോമൻസും നന്നായിട്ടുണ്ടായിരുന്നു. അതും കേജിൻ്റെ മുകളിലൊക്കെ പോയി ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ബിയാങ്ക ബെല്ലർ ലിവ് മോർഗനെ ഹെയർ എല്ലാം വെച്ച് അറ്റാക്ക് ചെയ്തു. പിന്നീട് മാച്ചിൻ്റെ അവസാനത്തിൽ ലിവ് മോർഗൻ ഫിനിഷർ ചെയ്യാൻ നോക്കിയെങ്കിലും ബിയാങ്ക ബെല്ലർ അത് അങ്ങനെ തന്നെ റിവേഴ്സ് ചെയ്ത് KOD ഫിനിഷർ കൊടുത്തുകൊണ്ട് ലിവ് മോർഗനെ എലിമിനേറ്റ് ചെയ്ത് ഈ മാച്ചിൽ ബിയാങ്ക ബെല്ലറാണ് വിൻ ചെയ്ത് റസൽമേനിയ മാച്ചിലേക്ക് ആഡ് ആയത്. പിന്നീട് അവിടെ വുമൻസ് വേൾഡ് ചാമ്പ്യൻ റിയ റിപ്ലി വന്നു. ശേഷം റോയലി മാച്ചുള്ള യുസ്കയും വന്നുകൊണ്ട് ഇവർക്ക് 3 പേർക്കും ഒരു സെഗ്മെന്റ് ഇവർ 3 പേരും ഫേസ് ടു ഫേസ് നിൽക്കുന്നത് പോലെ ഒരു സെഗ്മെന്റ് കാണിച്ചിരുന്നു. അപ്പോൾ വുമൻസിന്റെ എലിമിനേഷൻ ചേംബർ അടിപൊളിയായിട്ടുണ്ട്. അതിനുശേഷം വുമൻസിന്റെ ടാഗ് ടീം മാച്ച് വുമൻസ് ചാമ്പ്യൻ ടിഫനി സ്ട്രാറ്റൻ ആൻഡ് ട്രിഷ് സ്ട്രാറ്റസ് വേഴ്സസ് നയ ജാക്സ് ആൻഡ് കാൻഡിസ് ലോറെ ഇവർക്കാണ് ഈ മാച്ച് നടന്നത്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല മാച്ചായിട്ടാണ് തോന്നിയത്. ഈ മാച്ചിൽ എനിക്ക് വളരെയധികം സന്തോഷം തോന്നിയ കാര്യം ഞാൻ പ്രൊഡിക്ഷൻ വീഡിയോയിൽ പറഞ്ഞു കാൻഡിസ് ലോറേനെ പിൻ ചെയ്യാനാണ്, അല്ലെങ്കിൽ കാൻഡിസ് ലോറയാണ് ബലിയാടാവാൻ പോകുന്നത് എന്ന്. എന്നാൽ അങ്ങനെയൊന്നും സംഭവിക്കാതെ നയ ജാക്സിനെയാണ് മാച്ചിൽ പിൻ ചെയ്തത്. അതായത് കാൻഡിസ് ലോറെ ഫിനിഷർ ചെയ്ത സമയത്ത് ടിഫനിയെല്ലാം അവിടെ നിന്നും മാറുന്നതായിട്ടും ശേഷം അത് നയ ജാക്സിന് കിട്ടി. പിന്നീട് ടിഫനി സ്റ്റാറ്റൻ മൂൺസോൾട്ട് എല്ലാം നയ ജാക്സിന് കൊടുത്തുകൊണ്ട് നയ ജാക്സിനെ പിൻ ചെയ്ത് ഈ മാച്ചിൽ ടിഫനി ആൻഡ് ട്രിഷ് സ്ട്രാറ്റസ് ഇവരാണ് വിൻ ചെയ്തത്. അപ്പോൾ ഈ മാച്ചും അത്യാവശ്യം നല്ല മാച്ചായിട്ട് തോന്നി. അതിലും നയ ജാക്സിനെ പിൻ ചെയ്തപ്പോൾ വളരെയധികം സന്തോഷം തോന്നി. കാരണം എപ്പോഴും കാൻഡിസ് ലോറെ പോലെയുള്ള റെസ്ലേഴ്സിനെയാണ് ഇങ്ങനത്തെ മാച്ചിലൊക്കെ പിൻ ചെയ്യിപ്പിക്കുക. അപ്പോൾ ആ ഒരു രീതി മാറ്റിയതിൽ വളരെയധികം സന്തോഷം തോന്നി. പിന്നീട് കെവിൻ ഓവൻസ്, സാമി സൈൻ ഇവർക്ക് തമ്മിലുള്ള അൺസെക്ഷൻ മാച്ച്. അപ്പോൾ ഈ മാച്ചിനെ പറ്റി നോക്കുന്ന സമയത്ത് 100% ഈ മാച്ചിൻ്റെ റൂൾസിനോട് നീതി പുലർത്തിയ മാച്ചായിട്ടാണ് ഈ മാച്ച് തോന്നിയത്. അതായത് 2 പേരുടെയും പെർഫോമൻസ് ഒരു രക്ഷയുണ്ടായിരുന്നില്ല. അതുപോലെ ചെയർ, വാക്കിംഗ് സ്റ്റിക്ക്, ടേബിള് ഇതെല്ലാം വെച്ചുകൊണ്ട് ഭയങ്കരമായിട്ട് ഇവർ 2 പേരും ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. WWE ഇവർ ചെയ്തതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് മാച്ച് ഇതാണ്. അത്രമാത്രം അടിപൊളി മാച്ചായിട്ടാണ് ഈ മാച്ച് തോന്നിയത്. 2 പേരും നിറയെ ചെയർ ഷോട്ടും അതുപോലെ തന്നെ ഫാൻസിൻ്റെ ഇടയിൽ പോയി ഫൈറ്റ് ചെയ്യുമ്പോൾ സാമി സൈന് ദേഷ്യം വന്ന് അവിടെയുള്ള ടേബിളിൻ്റെ മുകളിലേക്ക് എല്ലാം ബാക്ക് ടു ബാക്ക് കെവിൻ ഓവൻസിനെ ബ്ലൂ തണ്ടർബം എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം അടിപൊളിയായിട്ടുണ്ട്. അതിന് പ്രതികാരം തീർക്കുന്നത് പോലെ കെവിൻ ഓവൻസ് റിങ്ങിൽ വന്ന് ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് സാമി സൈൻ്റെ റിങ്ങിന് പുറത്ത് വെച്ചിട്ടുള്ള ടേബിളിൻ്റെ മുകളിലേക്കെല്ലാം തട്ടിയിട്ടു. അപ്പോൾ അങ്ങനെ ഈ മാച്ച് ഭയങ്കരമായി മുന്നോട്ട് പോയി. പിന്നെ റിങ്ങിലും വെച്ച് ടേബിളിൻ്റെ മുകളിലേക്കെല്ലാം കെവിൻ ഓവൻസ് സാമി സൈനെ എടുത്ത് അടിച്ചിരുന്നു. അതുപോലെ ചെയറിൻ്റെ മുകളിലേക്ക് സാമി സൈൻ കെവിൻ ഓവൻസിനെ എടുത്ത് അടിച്ചിരുന്നു.
പിന്നീട് മാച്ചിന്റെ ഒരു സമയത്ത് കെവിൻ ഓവൻസിനെ ഹെലോ കിക്ക് ചെയ്യാൻ നോക്കിയ സമയം കെവിൻ ഓവൻസ് റെഫറിയെ വലിച്ചിട്ട് കൊടുക്കുന്നതായിട്ടും അത് നേരെ റെഫറിക്ക് കിട്ടുന്നതായിട്ടും കാണിച്ചു. മാച്ചിന്റെ അവസാനം സാമി സൈൻ ഹാർഡ് കോർ മാച്ചിലൊക്കെ ഉപയോഗിക്കുന്ന ടൈപ്പിലുള്ള ഒരു ചെയർ എടുത്തുകൊണ്ട് വന്നു. അതിന്റെ മുകളിലേക്കും സാമി സൈനെ എടുത്തടിച്ചു. അതുപോലെ തന്നെ കെവിൻ ഓവൻസിനെ അതിന്റെ മുകളിലേക്കും സാമി സൈൻ ബ്ലൂ തണ്ടർബോം എല്ലാം ചെയ്ത് അറ്റാക്ക് ചെയ്തു. അങ്ങനെ ഈ മാച്ച് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് പോയത്. മാച്ചിന്റെ അവസാനത്തിൽ കെവിൻ ഓവൻസ് റിങ്ങിന് പുറത്ത് കൊണ്ടുവന്ന് സാമി സൈനെ ബാക്ക് ടു ബാക്ക് പോപ്പ് പവർബോം ഫിനിഷർ ചെയ്ത് ഈ മാച്ചിൽ സാമി സൈനെ പിൻ ചെയ്ത് കെവിൻ ഓവൻസ് ആണ് ഈ മാച്ച് വിൻ ചെയ്തത്. അപ്പോൾ മാച്ച് കഴിഞ്ഞതിന് ശേഷം WWE ടീം അവിടെ വന്നുകൊണ്ട് സാമി സൈനെ ചെക്ക് ചെയ്ത് പോകാൻ നോക്കുന്ന സമയത്ത് കെവിൻ ഓവൻസ് തിരികെ വന്ന് താഴെ വിരിച്ചിട്ടുള്ള ആ മാറ്റെല്ലാം എടുത്ത് മാറ്റിയതിന് ശേഷം അവിടെയുള്ള കോൺക്രീറ്റിന്റെ മുകളിലേക്ക് സാമി സൈനെ പാക്കേജ് പൈൽ ഡ്രൈവ് ചെയ്യാൻ വേണ്ടി നോക്കി. ആ സമയത്താണ് അത് സംഭവിച്ചത്. നമ്മൾ ഒരുപാട് നാളായിട്ട് കാത്തിരുന്ന റാൻഡി ഓട്ടന്റെ റിട്ടേൺ അവിടെ കാണാൻ സാധിച്ചു. റാൻഡി ഓട്ടൻ വന്ന സമയത്ത് കെവിൻ ഓവൻസ് സാമി സൈനെ വിട്ടുകൊണ്ട് നേരെ റിങ്ങിൽ കയറി നിന്നു. പിന്നീട് ഇവർ ഫൈറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് റാൻഡി ഓട്ടൻ കെവിൻ ഓവൻസിന് ഒരു അർക്കയോ കൊടുത്ത് പിന്നീട് ചെയർ എടുത്ത് ചെയർ ഷോട്ട് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തു. എന്നാൽ റാൻഡി ഓട്ടന്റെ സ്വഭാവം സെക്കൻഡുകൾക്കുള്ളിൽ മാറിക്കൊണ്ട് റാൻഡി ഓട്ടന്റെ പഴയ ആ ഒരു പണ്ട് കിക്കാണ് ചെയ്യാൻ നോക്കിയത്. എന്നാൽ സെക്യൂരിറ്റി ടീം കെവിൻ ഓവൻസിനെ സേവ് ചെയ്തു. ദേഷ്യം എന്ന റാൻഡി ഓട്ടൻ സെക്യൂരിറ്റി ടീമിന് കംപ്ലീറ്റ് ആയിട്ട് ആർക്കെയോ കൊടുത്ത് ഒഴിവാക്കുന്നതായിട്ടാണ് കാണിച്ചത്. അതായത് റാൻഡി ഓട്ടൻ ഇന്ന് ആർക്കെയോ കൊണ്ട് ഒരു ആറാട്ട് നടത്തിയിട്ടുണ്ട് എലിമിനേഷൻ ചേംബറിൽ. അപ്പോൾ ഇതെല്ലാം മരണമാസമായിട്ടാണ് തോന്നിയത്. അപ്പോൾ റാൻഡി ഓട്ടന്റെ റിട്ടേൺ മാറ്റി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് WWE നമ്മളെ പറ്റിച്ചതാണ്. അതായത് എലിമിനേഷൻ ചേംബറിൽ വരാതെ കുറച്ച് കഴിഞ്ഞേ വരുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ അങ്ങനെ പറ്റിച്ച് നമ്മൾക്ക് സർപ്രൈസ് തന്നേക്കാണ്. അപ്പോൾ റാൻഡി ഓട്ടന്റെ റിട്ടേണും വേറെ ലെവലായിട്ടുണ്ട്. കെവിൻ ഓവൻസിനെ അറ്റാക്ക് ചെയ്തതും നന്നായിട്ടുണ്ട്. അതിനുശേഷം മെൻസ് എലിമിനേഷൻ ചേംബർ മാച്ച്. ഈ മാച്ച് നടന്നത് സെത്ത് റോളൻസ്, CM പങ്ക്, ജോൺ സീന, ഡ്രൂ മാക്കിൻടയർ, ഡേമിൻ പ്രീസ്റ്റ് ആൻഡ് ലോഗൻ പോൾ ഇവർക്കാണ്. അപ്പോൾ ഈ മാച്ചിനെ പറ്റി നോക്കുമ്പോൾ ഒരു രക്ഷയില്ലാത്ത മാച്ചായിട്ടാണ് ഈ മാച്ചും തോന്നിയത്. എല്ലാവരുടെയും പെർഫോമൻസ് വളരെയധികം നന്നായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞാൻ റോയൽ റംബിൾ മാച്ചിൽ ഉൾപ്പെടെ കുറ്റം പറഞ്ഞ ജോൺ സീന നമ്മളെ ഞെട്ടിച്ചു കളഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. സീനയുടെ പെർഫോമൻസ് ഒരു രക്ഷയുണ്ടായിരുന്നില്ല. റോയൽ റംബിൾ മാച്ചിൽ വന്നതുപോലെ ഒട്ടും സെറ്റാവാത്ത സീനയല്ല ഇന്ന് വന്നത്. ഫയർ ആയിട്ടുള്ള സീനയാണ്. കാരണം അതുപോലെയുള്ള പെർഫോമൻസ് ഒക്കെ സീന ഇന്ന് ചെയ്തിട്ടുണ്ട്. അതുപോലെ CM പങ്കും സെത്ത് റോളൻസും എല്ലാവരും അടിപൊളിയാക്കിയിട്ടുണ്ട്. മാച്ച് സ്റ്റാർട്ട് ചെയ്തത് സെത്ത് റോളൻസും ഡ്രൂ മാക്കിൻടയറുമാണ്. ഇവര് മാച്ച് നന്നായി തന്നെ മുന്നോട്ട് കൊണ്ടുപോയി. ഇനി മാച്ചിന്റെ അവസാനം നോക്കുകയാണെങ്കിൽ ജോൺ സീനയാണ് അവസാനമായി വരാൻ പോകുന്നത് എന്നാണ് വിചാരിച്ചത്. എന്നാൽ ജോൺ സീന അവസാനം വന്നില്ല. പകരം CM പങ്കാണ് വന്നത്. അപ്പോൾ ജോൺ സീന ഇറങ്ങിയ സമയത്ത് സെത്ത് റോളൻസ്, ഡാമിൻ പ്രീസ്റ്റ്, ലോഗൻ പോൾ ഇവരെയെല്ലാം ആറ്റിറ്റ്യൂഡ് അഡ്ജസ്റ്റ്മെന്റ് എല്ലാം ചെയ്ത് ഭയങ്കരമായി മുന്നോട്ട് പോയി. ആ സമയത്ത് ഡ്രൂ മാക്കിൻടയർ ജോൺ സീനയ്ക്ക് ഒരു ക്ലൈമോർ കൊടുത്തുകൊണ്ട് സീനയെ പിൻ ചെയ്യാൻ തുടങ്ങിയ സമയത്ത് ഡാമിൻ പ്രീസ്റ്റ് പെട്ടെന്ന് തന്നെ റോൾ പിൻ ചെയ്ത് ഡ്രൂ മാക്കിൻടയറെ ഈ മാച്ചിൽ നിന്നും എലിമിനേറ്റ് ചെയ്തു. അതായത് റോയൽ റംബിളിൽ പാളിപ്പോയ ഇവരുടെ സ്റ്റോറി സ്റ്റാർട്ടിങ് എലിമിനേഷൻ ചേംബറിൽ സെറ്റായി ചെയ്തിട്ടുണ്ട്. അപ്പോൾ തോറ്റതിന് ശേഷം ഡ്രൂ മാക്കിൻടയർ ഡാമിൻ പ്രീസ്റ്റിന് ഒരു ക്ലൈമോർ കൊടുത്തു. പിന്നീട് ലോഗൻ പോൾ കേജിന്റെ മുകളിൽ നിന്നും ഒരു ഫ്രോഗ് സ്ലാഷ് ഡാമിൻ പ്രീസ്റ്റിന് കൊടുത്തുകൊണ്ട് ഈ മാച്ചിൽ നിന്നും ഡാമിൻ പ്രീസ്റ്റിനെ ഒഴിവാക്കി. പിന്നീട് CM പങ്ക് ഇറങ്ങി മാച്ചെല്ലാം നന്നായി കൊണ്ടുപോയി. പിന്നീട് CM പങ്ക് ജോൺ സീന ഫേസ് ടു ഫേസ് വന്നതും ഇവർ ഒന്നിച്ചതും ഇവരുടെ ടാഗ് ടീം വർക്കും എല്ലാം നന്നായിട്ടുണ്ടായിരുന്നു. അതായത് സെത്ത് റോളൻസിനെതിരെ ഇവർ ടാഗ് ടീം പോലെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ലോഗൻ പോളിനെ CM പങ്കാണ് എലിമിനേറ്റ് ചെയ്തത്. അതായത് ഗോ ടു സ്ലീപ്പ് കൊടുത്ത് CM പങ്ക് ലോഗൻ പോളിനെ എലിമിനേറ്റ് ചെയ്തു. അവസാനം സെത്ത് റോളൻസ്, CM പങ്ക്, ജോൺ സീനയാണ് വന്നത്. അപ്പോൾ ആ സമയത്ത് ഇവര് 3 പേരും മാറി മാറി നിറയെ ഫിനിഷറെല്ലാം കിക്ക് ഔട്ട് ചെയ്ത് മാച്ച് ഭയങ്കരമായി കൊണ്ടുപോയിട്ടുണ്ട്. അവസാനം ജോൺ സീന സെത്ത് റോളൻസിനെ ആറ്റിറ്റ്യൂഡ് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ നോക്കിയപ്പോൾ സെത്ത് അത് ഒഴിഞ്ഞു മാറി. അങ്ങനെ തന്നെ CM പങ്ക് ഗോ ടു സ്ലീപ്പ് കൊടുത്തു. പിന്നീട് ജോൺ സീന ആറ്റിറ്റ്യൂഡ് അഡ്ജസ്റ്റ്മെന്റ് സെത്ത് റോളൻസിന് കൊടുത്തു. ശേഷം CM പങ്ക് പിൻ ചെയ്ത് സെത്ത് റോളൻസ് ഈ മാച്ചിൽ നിന്നും എലിമിനേറ്റ് ആയി. പിന്നീട് സീന പങ്ക് 2 ലെജൻസും വന്ന് ഷെയ്ക്കൻഡ് എല്ലാം കൊടുത്ത് ഫൈറ്റ് എല്ലാം തുടങ്ങിയെങ്കിലും സെത്ത് റോളൻസ് റിങ് വിട്ട് പോയിരുന്നില്ല. ഒരു അവസരം കിട്ടിയപ്പോൾ സെത്ത് റോളൻസ് CM പങ്കിനെ കേജിന്റെ മുകളിലേക്ക്, അതായത് ആ ഗ്രില്ലിന്റെ മുകളിലേക്ക് ഒരു കഴ്സ്റ്റോംബ് എല്ലാം ചെയ്ത് സെത്ത് അവിടെ നിന്നും ഇറങ്ങിപ്പോയി. എന്നാൽ ഈ ഒരു അവസരം ഉപയോഗിച്ച് ജോൺ സീന CM പങ്കിനെ സബ്മിഷൻ ലോക്ക് ചെയ്തു. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ വളരെയധികം ഞെട്ടിക്കാണും. കാരണം സീന ഇതുപോലെയുള്ള പരിപാടി ചെയ്യാറില്ല. ഏതെങ്കിലും റെസ്ലേഴ്സ് അറ്റാക്ക് ചെയ്ത ഓപ്പോണന്റ് ഓക്കെ ആയോ എന്നൊക്കെ ചോദിച്ചാണ് സീന മാച്ച് കണ്ടിന്യൂ ചെയ്യാറ്. എന്നാൽ അവിടെ CM പങ്കിനെ കിട്ടിയ അവസരത്തിൽ സീന ലോക്ക് ചെയ്ത് ശേഷം റെഫറി ചെക്ക് ചെയ്ത് CM പങ്ക് മാച്ച് തോറ്റതായിട്ട് അറിയിക്കും. അങ്ങനെ സീനയാണ് എലിമിനേഷൻ ചേംബർ വിൻ ചെയ്ത്
കോഡി റോഡ്സിൻ്റെ കൂടെ ചാമ്പ്യൻഷിപ്പ് മാച്ചിന് റസൽമേനിയയിലേക്ക് ആഡ് ആയത്. അപ്പോൾ ഈ റിസൾട്ടിനാണ് നമ്മളെല്ലാം കാത്തിരുന്നത്. എന്തായാലും റോയൽ റംബിളിൽ പാളിയെങ്കിലും എലിമിനേഷൻ ചേംബറിൽ കറക്റ്റായിട്ടുള്ള റിസൾട്ട് കൊടുത്ത് ഒരു മരണമാസമായിട്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ സീന വിൻ ചെയ്തതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഒരുപാട് റൂമർ ഉണ്ടായിരുന്നു സീന തോൽക്കും, ലോഗൻ പോളിന്റെ കൂടെ മാച്ച് വരുമെന്നൊക്കെ. അപ്പോൾ സീന വിൻ ചെയ്ത് കണ്ടപ്പോൾ വളരെയധികം സന്തോഷം. അങ്ങനെ സീന വിൻ ചെയ്ത് സെലിബ്രേറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് WWE ചാമ്പ്യൻ കോഡി റോഡ്സ് അവിടെ വന്നു. കോഡി റോഡ്സ് വന്ന് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം റെസ്പെക്ട് ചെയ്ത് റസൽമേനിയയിൽ കാണാം എന്നുള്ള ടൈപ്പിലൊക്കെ നിൽക്കുമ്പോൾ ഫൈനൽ ബോസ് റോക്ക് അവിടെ വരുന്നതായിട്ടും വന്നതിന് ശേഷം റോക്ക് കോഡി റോഡ്സിനോട് പറയുന്നുണ്ട്, നീ നിന്റെ ആത്മാവും നിന്റെ മൈൻഡും എല്ലാം എനിക്ക് വേണ്ടി വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ എൻ്റെ ചാമ്പ്യനായിട്ട് നീ മാറണം എന്നാണ് റോക്ക് പറഞ്ഞത്. അപ്പോൾ കോഡി റോഡ്സ് പറയുന്നത്, ഞാൻ എൻ്റെ മൈൻഡും എൻ്റെ ആത്മാവും എപ്പോഴേ WWE ഫാൻസിന് കൊടുത്തു കഴിഞ്ഞു, അല്ലെങ്കിൽ ഈ ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തു കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് റോക്കിനെ ഒരു പച്ച തെറി വിളിച്ചുകൊണ്ട് റോക്കിൻ്റെ ആ ഒരു ഓഫർ കോഡി റോഡ്സ് റിജക്റ്റ് ചെയ്തു. ആ സമയത്ത് ജോൺ സീന വേറെ ലെവലായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ സീന കോഡി റോഡ്സിൻ്റെ ഈ സെഗ്മെന്റ് നടക്കുന്ന സമയത്ത് വളരെയധികം ടെൻഷനൊക്കെ അടിച്ച് നെഞ്ചെല്ലാം ഒഴിയുന്നുണ്ടായിരുന്നു. അങ്ങനെയെല്ലാം സംഭവിച്ച് റോക്കിൻ്റെ ഓഫർ റിജക്റ്റ് ചെയ്തതിന് ശേഷം ജോൺ സീന ഷെയ്ക്കിൻ്റെ എല്ലാം കോഡി റോഡ്സിന് കൊടുത്തതിന് ശേഷമാണ് അത് സംഭവിച്ചത്. അതായത് കോഡി റോഡ്സിനെ ഹക്ക് ചെയ്തതിന് ശേഷം റോക്ക് സീനയെ നോക്കി നിൽക്കുന്ന അടുത്ത സെക്കൻഡിൽ തന്നെ കോഡി റോഡ്സിനെ ജോൺ സീന ഹീൽ ടൈം ചെയ്തുകൊണ്ട്, അതായത് വില്ലനായി മാറിക്കൊണ്ട് ഒരു ലോ ബ്ലോ പോലെയെല്ലാം അറ്റാക്ക് ചെയ്തു. ശേഷം ജോൺ സീന കോഡി റോഡ്സിനെ ഭയങ്കരമായി അറ്റാക്ക് ചെയ്തു. അതായത് ബ്രേസ് നെക്കിലെല്ലാം വെച്ചുകൊണ്ട് ഭയങ്കരമായി അറ്റാക്ക് ചെയ്തു. അതുപോലെ തന്നെ ചാമ്പ്യൻഷിപ്പും വെച്ച് ജോൺ സീന കോഡി റോഡ്സിനെ ബാക്ക് ടു ബാക്ക് അറ്റാക്ക് ചെയ്തു. ഇതെല്ലാം കണ്ട് റോക്ക് ഭയങ്കരമായി സന്തോഷിക്കുന്നതായിട്ട് കാണിച്ചിരുന്നു. പിന്നെ റോക്ക് കോഡി റോഡ്സിൻ്റെ ആ ഒരു ചാമ്പ്യൻഷിപ്പ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതേ ചാമ്പ്യൻഷിപ്പ് വെച്ച് കോഡി റോഡ്സിനെ ഭയങ്കരമായി റോക്ക് അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. ശരിക്കും വിഷമം തോന്നി അതെല്ലാം കണ്ട സമയത്ത്. കോഡി റോഡ്സിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി പോയി. ഇവർ രണ്ടുപേരും ചേർന്ന് കോഡി റോഡ്സിനെ ഭയങ്കരമായും അറ്റാക്ക് ചെയ്തു. എന്നിട്ട് കോഡി റോഡ്സിൻ്റെ ബ്ലഡ് ആ ഒരു ചാമ്പ്യൻഷിപ്പിലാക്കിക്കൊണ്ട് റോക്ക് വീണ്ടും ആ ഒരു ചാമ്പ്യൻഷിപ്പ് എല്ലാം വെച്ച് അറ്റാക്ക് ചെയ്ത് ജോൺ സീന കോഡി റോഡ്സിൻ്റെ തലയിൽ ചവിട്ടി നിന്നുകൊണ്ടാണ് ഇവർ ക്യാമറയ്ക്ക് പോസ് എല്ലാം കൊടുത്തത്. അപ്പം മൊത്തത്തിൽ മരണമാസമായിട്ടുണ്ട്. പിന്നീട് എൻട്രൻസിൽ റോക്ക് ജോൺ സീനയെല്ലാം നിൽക്കുന്ന സമയത്ത് എൻഡ് കാർഡ് കാണിച്ച് അവസാനിപ്പിച്ചു. അതും സീന റോക്കിൻ്റെ കൂടെ ചേർന്ന് ഹിൽ ടൈം ചെയ്തപ്പോൾ ഒന്നും പറയാനില്ല. ഈ മാച്ചിന് ഭയങ്കര ഹൈപ്പായിട്ടുണ്ട്. എലിമിനേഷൻ ചേംബർ സ്പെഷ്യൽസും നിന്ന് കത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവസാനമായി TV-യിൽ കണ്ട സ്പെഷ്യൽ ഫയർ ആയിട്ടാണ് WWE ചെയ്തിട്ടുള്ളത്. അപ്പോൾ എലിമിനേഷൻ ചേംബറിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. എൻ്റെ അഭിപ്രായത്തിൽ ബെസ്റ്റ് പേപ്പറുക ആയിട്ടാണ് തോന്നിയത്. പിന്നെ സീനയുടെ ഹീൽ ടൈം ഒരുപാട് നാളായിട്ട് കാത്തിരിക്കുന്നതാണ്. കണ്ടപ്പോൾ വളരെയധികം സന്തോഷം. എത്ര പേരുടെ കണ്ണ് നിറഞ്ഞു എന്നൊക്കെ കമൻറ്റ് ചെയ്യുക. അതുപോലത്തെ ഐറ്റമാണ് ഇന്ന് എലിമിനേഷൻ ചേംബറിൽ കണ്ടത്.